ഇക്കാര്യത്തിൽ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങൾ അല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഈ ടോയ്ലറ്റ് ആവശ്യം എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യന്റെ മാത്രമല്ല എല്ലാവരുടെയും ജീവജാലങ്ങളുടെ, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെതായിട്ടുള്ള രീതിയിലാണല്ലോ പ്രാഥമിക ഘട്ടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരാവശ്യം വരുന്നു ഇരിക്കട്ടെ, അത് പൊതു സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് അത് അതിനെ നിഷ്കർഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളുകളായിട്ടാണ് പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഒരു പൊതു സ്ഥാപനം എന്നുള്ള നിലക്ക് വ്യക്തിയുടേതാണെങ്കിൽ പോലും അവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവണം എന്ന് പറയുന്നത് അവിടെ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് എവിടെയും നിഷ്കർഷിച്ചിട്ടില്ല. എന്നാൽ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രാഥമിക ആവശ്യം പെട്ടെന്ന് വരിക, ഒരു എമർജൻസി വരുന്നു എന്ന് വിചാരിക്കട്ടെ, ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ്, അവർക്കൊക്കെ ആവശ്യം ഉണ്ടാകും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു തൊട്ടടുത്തുള്ളൊരു വീട്ടിലായാൽ പോലും ഒരു വീട്ടിനകത്തേക്ക് എനിക്ക് അടിയന്തരമായിട്ട് ഒരു ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരത് സമ്മതിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് പെട്രോൾ പമ്പിലെ അങ്ങനെ ഉപഭോക്താക്കൾക്കല്ലാതെ ഉപഭോക്താക്കള് വരുന്ന പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു കുടുംബമാകെ പോകുമ്പോൾ ആർക്കൊക്കെയാണ് അനുവദിക്കുക എന്നുള്ള ചോദ്യം ഒന്നുണ്ട്. രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരാള് പെട്ടെന്ന് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പ് അവിടെ യൂറിനേഴ്സ് കണ്ടു, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ ഒന്ന് പോകണം എന്ന് ചോദിച്ചാൽ പൂട്ടിയിടുന്നത് ശരിയല്ല. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു വിധി ഉണ്ട് എന്ന്. അത് ആ വിധി തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണെന്നാണ് ഞാൻ പറയാ. കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് ആ സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദീർഘയാത്ര പോകുമ്പോൾ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടോ നോക്കും. പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ യൂറിനൽ സൗകര്യം ഉണ്ടോ നോക്കും. ഉണ്ട്. അവിടെ ചിലപ്പോൾ നല്ല വൃത്തിയുള്ളതായിരിക്കാം, ചിലപ്പോൾ വൃത്തി അത്രയൊന്നുമില്ല. ഇല്ലെങ്കിൽ പോലും വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ ഏതൊരാൾക്കും ഏതൊരു വ്യക്തിക്കും ഒരാശ്രയം എന്നുള്ള നിലയ്ക്ക് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും പെട്രോൾ പമ്പ് ഇടയ്ക്കിടയ്ക്കേ ഉള്ള പെട്രോൾ പമ്പ് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിധി ആണോ വന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അതൊന്നും ശ്രീമതി ഇക്കാര്യത്തിൽ ഒരു വിധിയല്ല വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവാണ്. അതിൽ പറയുന്നത് പെട്രോളിയം വ്യാപാരികളുടെ ഒരു സംഘടന നൽകിയ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. അത് ഉപഭോക്താവാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ പലപ്പോഴും ഇത് തുറന്നു തരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ അത് നെഗറ്റീവായി ഈ സാഹചര്യത്തെ ബാധിക്കുമെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഒരു പൊതു ശൗചാലയം എന്ന് പറയുമ്പോൾ അതിലൊരു അവകാശം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു അവകാശം, അത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരമൊരു ഉത്തരവ് വരുമ്പോൾ അക്കാര്യങ്ങളിൽ ഇനി നിബന്ധനകൾ കൂടും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഒരു വ്യക്തി നടത്തുന്ന പെട്രോൾ പമ്പ്, ആ വ്യക്തി അത് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളത് അയാളുടെ ഒരു രീതിയായിട്ട് വരുന്നതിന് വേണ്ടി അല്ലല്ലോ പെട്രോൾ പമ്പിൽ ഇത്തരം ഒരു ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പൊതുവെ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുൻപ് പെട്രോൾ പമ്പിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അത് എല്ലാവർക്കും അറിയാം. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. റോഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്നവരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതേ സമയത്ത് ഒരു 2 കിലോമീറ്റർ പോയാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്നും ആ പെട്രോൾ പമ്പിനോടനുബന്ധിച്ച് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് എന്നും മനസ്സിലാക്കുന്നവർക്ക് അവിടെ പോകാനുള്ള ഒരു സൗകര്യമാണ് ലഭിക്കുന്നത്. ആ സൗകര്യം കൊടുക്കരുത് എന്നാണ് പെട്രോൾ പമ്പിന്റെ മാനേജ്മെന്റ് സംഘടനയുടെ ആളുകൾ പറയുന്നത് എന്നത് എനിക്കറിയില്ല. എന്താണ് അവർ ആവശ്യപ്പെട്ടതെന്ന്. അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് കയറി എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നൊരാൾ പറഞ്ഞാൽ ഇല്ല, അതിന് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു സംസ്കാരമല്ല പൊതുവെ ഉള്ളത്. അങ്ങനെ അധികമൊന്നും ആളുകൾ ചോദിക്കേണ്ടി വരില്ല ഞാൻ വീട്ടിൽ ഒക്കെ പോയിട്ട്. പക്ഷെ എങ്കിൽ പോലും അനുവദിക്കുന്ന ഒരു സ്ഥിതിയല്ല ഈ കേരളത്തിൽ. പൊതുസ്ഥാപനം എന്ന് പറയുമ്പോൾ ഷോപ്പിൽ നമ്മൾ ഹോട്ടലിൽ കയറിയാലും നമ്മൾ ചായ കുടിച്ചവർക്ക് മാത്രമേ അവർ അനുവദിക്കുന്നു എന്ന് അല്ല.
എത്രയോ ഹോട്ടലുകളിൽ ടോയ്ലറ്റിൽ പോകണം, പുറത്ത് ഇതിലെ കൂടെ പോയാൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പോകാവുന്നതാണെന്ന് അവർ പറയുന്ന എത്രയോ ഹോട്ടലുകളുണ്ട്. ഇനി ഇങ്ങനെ വന്നാകുമ്പോൾ ഹോട്ടൽ മാനേജ്മെന്റും ആവശ്യപ്പെടില്ലേ? പെട്രോൾ പമ്പ് പോലെ തന്നെയല്ലേ പിന്നെ ഹോട്ടലുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും ഒരു സൗകര്യത്തിൽ ഒരു പെട്ടെന്നൊരു യാത്ര പോകുന്ന വഴിക്ക് ഒരു ടോയ്ലറ്റിൽ പോകണം എന്നൊരാൾക്ക് മൂത്രമൊഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പോകാനുള്ള ഒരു അനുവാദം കൊടുക്കാത്ത ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറാൻ പാടുണ്ടോ? അത് ശരിയല്ലല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ പി കെ ശ്രീമതി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്.